സോളുകളെ സംബന്ധിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല, മില്യൺ കണക്കിന് സോളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാണോ മോഹൻലാൽ ഒരു നടനാണെന്ന് വിശ്വസിക്കുന്നത്, അന്ന് ലാലേട്ടൻ തകരും. ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഭയങ്കര സെറ്റപ്പാണ്, ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയും അടിപൊളിയാവണമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോളാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആരൊരു മാധ്യമപ്രവർത്തനമായിരുന്നു, ഞാനൊരു ആങ്കറായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു, ഇതെല്ലാമായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ മേഖല പോയിന്റിൽ എത്തുന്ന വരെ നമ്മൾ ഭയങ്കര അഹങ്കാരികളാണ്. ആ ഒരു വിശുദ്ധി നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ കണ്ടെത്തിയിരുന്നെങ്കിൽ നമ്മുടെ വീട് എങ്ങനെയായി മാറി. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ദൈവമോ? അവിടെ പോയി നേർച്ചിട്ടാൽ മാത്രമാണ് ദൈവം കേൾക്കുള്ളൂ. ഈ ഡ്രാമ കളിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? കരഞ്ഞ് സങ്കടപ്പെട്ട് നിലവിളിച്ച് നെഞ്ചത്തിടിച്ച് ദൈവത്തിന് അങ്ങ് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വേണം, അതിന് പഠിക്കണം. കഴിവുള്ളവൻ രക്ഷപ്പെടും, കഴിവില്ലാത്തവൻ നശിച്ചു പോകും. അമ്പലത്തിൽ നിന്ന് താലി കെട്ടിയെന്ന് കരുതി ആ കല്യാണം നന്നാവണം. പള്ളിയിൽ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല, പക്ഷെ അത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അതായത് കുട്ടിച്ചാത്തൻ്റെ രൂപം പറഞ്ഞിട്ട് എന്തായാലും കുട്ടിച്ചാത്തൻ ചമ്മിപ്പോവും. അവിടെ വന്ന് നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, നമ്മളെ അടുത്ത് ചെല്ലുമ്പോൾ ആളുകൾക്ക് ഒരു വൃത്തിയായിട്ട സ്മെല്ലായിരിക്കും, നമ്മുടെ സംസാരം ഇഷ്ടപ്പെടില്ല, നമ്മൾ പെരുമാറുന്നത് ഇഷ്ടപ്പെടില്ല. പള്ളിയിൽ അമ്പലത്തിലൊക്കെ പോകും, പക്ഷെ വലിയ കാര്യമില്ല, നമ്മൾ ഫുള്ള് നെഗറ്റീവാവും. അവസാനം നമ്മൾ മരണത്തിലോട്ടായിരിക്കും നമ്മൾ എത്തുന്നത്. ഇതാണ് പൊതുവേ ഇത്തരത്തിലുള്ള കേസുകൾ സംഭവിക്കുന്നത്. ഏതൊരു എക്സോസിസവും ഏതൊരു നെഗറ്റീവായ സോൾ ബാധിച്ച ആളുകളും അവസാനം ചെന്നെത്തുന്ന മരണത്തിലോട്ടാണ്. നമ്മൾ ബൈബിൾ എടുത്ത് നോക്കി കഴിയുമ്പോഴേ ഇതിനകത്തെല്ലാം ഇതുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ചെകുത്താൻ, പിശാച് ബാധിതരെ സുഖപ്പെടുത്തിയ കഥകൾ, ഈ പറയുന്ന എല്ലാ മതങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ സോളിനെ വിളിച്ച് പുറത്തേക്ക് ഇറത്തിയതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സ് ഇരിക്കുന്നത്. കുടിയിരുത്തലൊക്കെ വളരെ കഴിവുള്ള സിദ്ധിയുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. കൂടോത്രം ചെയ്യണം, മന്ത്രവാദം ചെയ്യാം. അഭിരാമിയുടെ കൂടെയുള്ള ഒരാളെ നശിപ്പിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യത്തിലാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത്. ഈ ഒരു കോഴ്സ് മതി നമുക്ക് ഒരാളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. സോള് ബാധിച്ചു എന്ന് പറയുന്നത് 90% മാനസികാവസ്ഥയാണ്, ഹാലൂസിനേഷനാണ്. 10% മാത്രമേ റിയൽ ഉള്ളൂ. ഈ 10% റിയൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി കട്ടാവും ഹോളിൻ്റെ അകത്ത്. അടുത്ത നിമിഷം അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ നെഗറ്റീവായി സോളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒന്നിങ്ങനെ സോള് പറയും, എനിക്ക് പോകാൻ പറ്റില്ല, ഇനി ഞാൻ പോകണമെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തരേണ്ടി വരും എന്ന് പറയും. ഈ കപ്പേളകളിൽ ഇരിക്കുന്ന പുണ്യാളന്മാർ മുഴുവൻ ആത്മാക്കളാണ്. സ്പിരിച്വൽ ഹീലേഴ്സിന് ഏറ്റവും വലിയ അപകടം. മരണം ഒട്ടും സുഖകരമായിരിക്കില്ല. നമസ്കാരം, വോയിസ് ഓഫ് ഇയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഹീലറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മുടെ റോജിൻ ബാബാജിയാണ്. നമസ്കാരം സർ. നമസ്കാരം മോളെ. സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വൈകാതെ തന്നെ സാറിനോട് അതിനെക്കുറിച്ച് ചോദിക്കാം. എന്താണ് സാർ സ്പിരിച്വാലിറ്റി? ഒരുപാട് ഡെഫിനേഷൻ ഉണ്ട് സ്പിരിച്വാലിറ്റിക്ക്. അത് ഓരോരുത്തരുടെ നീഡ്സ് അനുസരിച്ചാണ് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് തീർക്കുന്നത്. ഇപ്പോൾ പേരെന്തായിരുന്നു? അഭിരാമിക്ക് എന്താണോ നീഡ്സ്, അതപ്പോൾ അഭിരാമിക്ക് ഒരു പക്ഷേ പ്രൊഫഷനിൽ ഉയരാനായിരിക്കാം, ചിലപ്പോൾ മറ്റു പല ആവശ്യങ്ങളാവാം, ചിലപ്പോൾ നെഗറ്റീവ് എനർജികളുടെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒന്നുമില്ല നമ്മുടെ ഒരു കോൺഫിഡൻസിനെ ഉയർത്താൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഒരാളുടെ ആവശ്യം എന്താണോ അതാണ് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ വളരെ സ്ട്രോങ് ആവണം, മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആവണം, എനർജി ലെവൽ ഭയങ്കര സ്ട്രോങ് ആവണം, കുറച്ചൊരു സ്പിരിച്വൽ ഉയരണം എന്നുണ്ടെങ്കിൽ അതിലോട്ട് ഞാൻ കണക്ട് ചെയ്യും. പക്ഷേ ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതല്ല. ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ നമ്മളെടുത്ത് മാച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ്. ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്പിരിച്വൽ ഊർജ്ജമാണ്, എനർജിയാണ്. കാരണം അതെന്താണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന നമ്മുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ചതികൾ, വഞ്ചന തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതൊരു പക്ഷേ ഒരു കൺസൾട്ടേഷനോ ഒരു തെറാപ്പി കൊണ്ടോ നമുക്ക് മാറണമെന്നില്ല. പക്ഷേ നമ്മൾ കൃത്യമായ ധ്യാനത്തിലൂടെ, കൃത്യമായ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത്, കൃത്യമായ പ്രാർത്ഥനകളിലൂടെ സമയമെടുത്ത് നമ്മൾ തന്നെ ക്ലെൻസ് ചെയ്ത്, നമ്മൾ തന്നെ പ്യൂരിഫൈ ചെയ്ത്, നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും ബെറ്ററായിട്ട് പുറത്ത് കിടക്കും. അത് നമ്മൾ ബെറ്ററായിട്ട് പുറത്ത് കിടക്കുമ്പോൾ നമുക്കൊരാൾ വേണമെന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താ? നമുക്കൊരാൾ വേണം സപ്പോർട്ടിന്. അത് നമ്മുടെ ഫ്രണ്ടാവാം, കാമുകനാവാം, അച്ഛനാവാം, അമ്മയോ, ആരെങ്കിലും ഒരാളില്ലാതെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. പക്ഷേ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മറ്റെന്തോ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയല്ല, നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. റിയൽ സ്പിരിച്വാലിറ്റിയുടെ കാര്യം പറയുന്നത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഒരു അദൃശ്യമായ ഒരു എനർജി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമുക്ക് വേണ്ട ഹെൽപ്പ്, സഹായത്തിന് എല്ലാം നമുക്കൊരു എനർജി, നമുക്ക് സാന്നിധ്യം നമുക്ക് അറിയാൻ തുടങ്ങും. ഇവിടെയാണ് സ്പിരിച്വാലിറ്റിയുടെ എക്സ്പീരിയൻസ് കിടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശരിക്കും സ്പിരിച്വാലിറ്റിക്ക് ദൈവവിശ്വാസമായിട്ടൊരു ബന്ധമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ, സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നത് ദൈവത്തിനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം, ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം. ഒന്നുമില്ല.
ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോളാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, അത് നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും അതിനെ പോയി തപ്പി നടക്കണ്ട, അത് നമ്മുടെ ഉള്ളിലും ഉണ്ട്. അതിനെ ഒന്നുകൂടി ക്ലിയർ ചെയ്താൽ മാത്രം മതി നമ്മൾ. എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും എല്ലാം മാറ്റി നമ്മളൊരു പ്യുവർ സോളാക്കി മാറ്റും. ആ പ്യുവർ സോളായാൽ നമ്മൾ ഭയങ്കര സ്ട്രോങ്ങാണ്. പിന്നെ നമുക്കൊന്നിനും പേടിക്കണ്ട. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിയർ ഫാക്ടർ, ഭയം എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, നമ്മളെ കൊണ്ട് അവസാനം കൊണ്ട് കുഴി ചടിക്കും. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഓരോരുത്തരുടെ ഈ ഇമാജിനേഷൻ ഹാലൂസിനേഷനൊക്കെ വർക്കൗട്ട് ചെയ്ത് അതിനെ ഓരോ തലത്തിൽ കൊണ്ട് അതിനെ എത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്, ഈ ഒരു സ്പിരിച്വൽ? ഞാനിതിനെ ഒരു ഫീൽഡായിട്ട് എടുത്തിട്ടില്ല. ആക്ച്വലി ഞാനിത് വളരെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇതിലോട്ട് കടന്നു വന്നതെന്നാണോ? അതെ, ഞാൻ ഭയങ്കരമായിട്ട് ഇതിനെ ഹൈഡ് ചെയ്ത് വെച്ച ഒരാളാണ് ഇത്. കാരണം എൻ്റെ മുൻ പ്രൊഫൈൽ അറിയാമോ? ഞാനൊരു മാധ്യമപ്രവർത്തനമായിരുന്നു, ഞാനൊരു ആങ്കറായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു, ഇതെല്ലാമായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ മേഖലയിലോട്ട് കിടക്കുന്നത്. ആ സമയത്ത് മുഴുവനും വളരെ ചെറുപ്പം മുതൽ സ്പിരിച്വലാണ്. പക്ഷേ നമ്മുടെ സ്പിരിച്വാലിറ്റി ഇന്ന് നമുക്ക് പുറത്ത് പറയാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ വിശ്വാസിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ കണ്ട് പഠിച്ചിരിക്കുന്ന സ്പിരിച്വാലിറ്റി ഇതല്ല, അത് എൻ്റെ ഡിഫറൻ്റ് ആയി. അപ്പോൾ അതിനൊരു നാണക്കേട്, അതൊരു മോശമാണെന്ന് ചിന്തിക്കുന്ന തലമുറയിൽ നിന്നാണ് ഞാനും കടന്നു വരുന്നത്. നമ്മുടെ വീട്ടുകാരോടൊന്നും പറഞ്ഞവർക്ക് മനസ്സിലാവില്ല റിയൽ സ്പിരിച്വാലിറ്റി എന്താണെന്ന് നമ്മൾ അനുഭവിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ നമ്മളിത് കടന്ന് വരുന്ന സമയത്തെല്ലാം എൻ്റെ ഉള്ളിൽ അത് ഉണ്ട്. പക്ഷേ എനിക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ പുറത്തേക്ക് എടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ച്, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചിന്തിച്ച്. പിന്നീട് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതിങ്ങനെയല്ല, നമ്മളിത് പുറത്തേക്ക് എടുക്കേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒന്നുമില്ല, എല്ലാ മനുഷ്യരെ പോലെയും നമുക്കുണ്ടാവുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പരാജയങ്ങളാണ്. ഒരു പോയിന്റിൽ എത്തുന്ന വരെ നമ്മൾ ഭയങ്കര അഹങ്കാരികളാണ്. നമ്മൾക്ക് ഭയങ്കര ഈഗോ, ഞാനെന്ന ബോധം, ഞാനെന്തോ വലിയ സംഭവമാണ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ കയറി ബാധിക്കും. നമ്മൾ അങ്ങനെ ബാധിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല, നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല, നമ്മുടെ കൂട്ടുകാർ നമ്മളൊരു 10 രൂപ നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെക്കാളും താഴ്ന്നതാണ്, അല്ലെങ്കിൽ എന്തിനെ നമ്മൾ സഹായിക്കണം തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് ഞാനെന്ന ബോധം നമ്മളിലോട്ട് കടന്നുകൂടും. നമ്മളൊരു നിലയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും നമ്മുടെ തകർച്ചയുടെ തുടക്കം. അവിടെ മുതൽ നമ്മൾ ഒറ്റപ്പെടാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്ട്രോങ് ആയെന്ന് അല്ല, ശരിക്കും നമ്മളവിടെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരുടെ മുന്നിൽ നമ്മളെ കോർണർ ചെയ്യും. ഞാൻ സൂപ്പറാണ്, ഞാൻ അടിപൊളിയാണ്, ഞാൻ ഭയങ്കര ബെറ്ററാണ്, ഞാൻ മറ്റുള്ളവരെക്കാളും സെറ്റപ്പാണെന്നുള്ള ചിന്തയിലൂടെ നമ്മൾ എത്തും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ പതുക്കെ ഇല്ലാണ്ടായി മാറും. അപ്പോൾ ഇതെനിക്ക് സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്ന പോലെ ഇതേ ലൈഫും എനിക്ക് സംഭവിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു അവതാരകനായിരുന്നു, ആങ്കറായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു, തുടങ്ങിയിട്ട് ഒരുപാട് മേഖലയിലൂടെ വർക്ക് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് എന്നെ ഇല്ലാണ്ടാക്കി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നാണോ മോഹൻലാൽ ഒരു നടനാണെന്ന് വിശ്വസിക്കുന്നത് അന്ന് ലാലേട്ടൻ തകരും. മോഹൻലാൽ ഒരു അതുല്യ നടനാണെന്ന് വിശ്വസിക്കാത്ത കാലം വരെയാണ് ലാലേട്ടന് ഏറ്റവും മനോഹരമായിട്ട് അഭിനയിക്കാനും ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാനും ഏറ്റവും മനോഹരമായിട്ട് പെരുമാറാൻ പറ്റുള്ളൂ. ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഭയങ്കര സെറ്റപ്പാണ്, ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയും അടിപൊളിയാവണമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റില്ല, ലാലേട്ടൻ്റെ ഡെഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ഞാനെന്ന ബോധം നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാനെന്ന ബോധമാണ് ആ ബോധമാണ് ശരിക്കും നമ്മളില്ലാണ്ടാക്കി കളയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു. ഞാൻ ഒരുപാട് പേരെ വെറുപ്പിച്ച്, ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് മനുഷ്യർക്ക് കൊടുത്തു, ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി. അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അവസാനം നമ്മളൊരു സൂയിസൈഡിൻ്റെ വക്കിലോട്ട് പോകും. എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്ന പോലെ തന്നെ നമുക്കും തകർച്ചകൾ, ബന്ധങ്ങളിലെ തകർച്ചകൾ, ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ, ഇതെല്ലാം തകർന്നു പോയാലും എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള നമ്മുടെ ഈ അഹങ്കാരമായിരുന്നു പ്രശ്നം മുഴുവനും. അതായത് ഞാനെന്തോ സംഭവമാണല്ലോ, പിന്നെ എനിക്കെന്തിനാണ് ഞാനത് പേടിക്കുന്നത്, ഞാനില്ലായ്മ എന്നാണല്ലോ കടന്നു വന്നത്, അപ്പോൾ എനിക്ക് ഇനിയും അത് ഉണ്ടാക്കിയെടുക്കാം, ഇനി എനിക്കത് ചെയ്യാം എന്നുള്ള ആ വിശ്വാസം എന്ത് പറ്റി? അവസാനം ഒരു കയറിൻ്റെ തുമ്പത്ത് എത്തിക്കുന്ന അവസ്ഥയിലോട്ട് എത്തി. നമ്മളിന്ന് കാണുന്ന എല്ലാ മനുഷ്യരുടെയും പ്രശ്നം അതാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം. നമ്മൾ വിചാരിക്കും എനിക്ക് ആരൊന്നും വേണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അൾട്ടിമേറ്റ് ഒരു പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞ് ആരുമില്ലാത്തൊരു അവസ്ഥയിലോട്ട് നമ്മൾ കടന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചു. ആ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. നമ്മളെ സമയത്ത് ആരുടെ അടുത്ത് പോയാലും അവർ പറയും നീ ഫേക്കാണെന്ന് പറയും നമ്മുടെ മുഖത്ത് നോക്കി. കാരണം തൊട്ട് മുമ്പ് നമ്മൾ പെരുമാറിയത് ഇങ്ങനെയല്ല. അപ്പോൾ ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നുപോയാണ് ആ ഒരു സ്പിരിച്വൽ മേഖലയിലോട്ട് എൻ്റെ ലൈഫിൻ്റെ ജേണി ഞാൻ സ്റ്റാർട്ടാക്കുന്നത്. കുറേ നഷ്ടപ്പെടൽ സംഭവിച്ചു, ഒരുപാട് ആത്മഹത്യയുടെ വക്കിലൂടെ കടന്നു പോകേണ്ടി വന്നു, ഒരുപാട് തകർച്ചയിലൂടെ കടന്നു പോകേണ്ടി വന്നു, സാമ്പത്തികമായി ഇല്ലായ്മയിലൂടെ കടന്നു പോകേണ്ടി വന്നു, പ്രൊഫഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. കുറേ ബന്ധങ്ങൾ നമ്മളും പെയിൻ അങ്ങോട്ട് കൊടുത്തു. അവരിങ്ങോട്ട് വന്ന പെയിനെ പറ്റി നമ്മൾ പറയണ്ട. ഞാൻ ഒരുപാട് പെയിൻ അങ്ങോട്ട് കൊടുത്തു മനുഷ്യർക്ക്. അതെല്ലാം പിന്നീട് നമുക്ക് തിരിച്ച് കിട്ടിയപ്പോൾ ആ റിയലൈസേഷനിലോട്ട് എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് കാൽച്ചോട്ടിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയിന്ന്.
അപ്പോഴാണ് ആ റിയാലിറ്റി മനസ്സിലാക്കുന്നത്. പിന്നെയാണ് ഓക്കെ ഇതല്ല എൻ്റെ പാത്ത്, ഇതല്ല അല്ലെങ്കിൽ എൻ്റെ വഴി ഇതല്ല, നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവണം. മറ്റുള്ളവരെ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഓക്കെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇപ്പോൾ നമ്മളും ചിന്തിക്കുന്നതല്ലേ, എന്നെ മറ്റുള്ളവർ സ്നേഹിക്കണം, എന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കണം, എന്നെ മറ്റുള്ളവരെ കെയർ ചെയ്യണം എന്നുള്ളത്. ശരിക്കും നമുക്ക് സ്നേഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അഭിരാമിക്ക് എന്തിനാണ് സ്നേഹത്തിൻ്റെ ആവശ്യം? അഭിരാമി ഓക്കെയാണോ? അഭിരാമിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് അഭിരാമി സ്നേഹത്തിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അഭിരാമി ഓക്കെ. അഭിരാമിക്ക് എന്തിനാണ് കെയറിൻ്റെ ആവശ്യം? അഭിരാമിക്ക് എന്താ രണ്ട് കാലില്ലേ, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിയില്ലേ, അതിനുള്ള ശരീരമില്ല, അതിനുള്ള വിദ്യാഭ്യാസമില്ല, പിന്നെ എന്തിനാണ് കെയറിൻ്റെ ആവശ്യം? അഭിരാമിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം, എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ കെയറിനെ പറ്റി ചിന്തിച്ചു. ശരിക്കും അഭിരാമിക്ക് വേണ്ടത് സപ്പോർട്ടല്ലേ, സ്നേഹമല്ല. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എന്തിലോട്ട് കൂട്ട് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സുമായി ബന്ധപ്പെട്ടൊരു സാധനം. ശരിക്കും നമുക്ക് വേണ്ടത് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. സപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അതായത് നമ്മൾ തകർന്നിരിക്കുമ്പോൾ, നമ്മളില്ലാണ്ടിരിക്കുമ്പോൾ, നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ കൂടെ ഒരു സപ്പോർട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് അതിലും വലുത് വേറെ ഒന്നുമില്ല. അത് ആര് വേണമെങ്കിലും ആവാം, അച്ഛനാവാം, അമ്മയാവാം, കൂട്ടുകാരാവാം, ആര് വേണമെങ്കിലും ആവാം. പക്ഷേ നമ്മുടെ കൂടെ നടക്കുന്ന മനുഷ്യർക്ക് സപ്പോർട്ട് തരാൻ അറിയില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, അവർക്കത് കിട്ടിയിട്ടില്ല. നമ്മുടെ അച്ഛനമ്മേനെ നമ്മൾക്ക് എടുത്തു നോക്കുമ്പോഴും അവർക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ല. നമ്മളെങ്ങനെ നോക്കണം, നമ്മളെങ്ങനെ കൊണ്ടുപോകണം, നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് അറിയില്ല. കാരണം അത് അവർക്ക് കിട്ടിയിട്ടില്ല. അവരുടെ അച്ഛനമ്മയിൽ നിന്ന് അവർക്ക് കിട്ടിയാലേ അത് നമുക്ക് തരാൻ പറ്റുള്ളൂ. ഒരു ടിപ്പിക്കൽ മെൻറ്റാലിറ്റിയോടെയാണ് ഇവരെല്ലാവരും കടന്നു പോകുന്നത്. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് നമ്മളും. അപ്പോൾ ഇത് ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞു തന്നെ വേറെ ഒന്നും കൊണ്ടല്ല, സ്നേഹത്തിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. ശരിക്കും ഒരു സപ്പോർട്ട് കിട്ടിയാൽ രക്ഷപ്പെടാമെന്നുള്ളൂ നമ്മളെല്ലാവരും. അത് തരാനോ അത് മനസ്സിലാക്കാനോ ഉള്ള ആളുകൾ നമുക്ക് ചുറ്റുമില്ല. നമ്മളെങ്കിലും അങ്ങനെയായി മാറുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ എൻ്റെ അകത്ത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ ദൈവങ്ങൾ നമ്മുടെ ഉള്ളിലാണോ ഉള്ളതെന്ന്. അപ്പോൾ ഈ ആരാധനാലയങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് ശരിക്കും എന്താ ആവശ്യം എന്ന് പറഞ്ഞേ? അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ പോകുമ്പോൾ ഒരു പീസ് ഓഫ് മൈൻഡ്, നമ്മുടെ ഒരു റിലീഫ്, പിന്നെ അവിടെ ഒരു രൂപ ഇട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹം, നമ്മളവിടെ പോയി പ്രാർത്ഥിക്കുക, സഫലീകരിക്കുക, ആ ഒരു ചിന്ത കൊണ്ടാണല്ലോ ഇന്നത്തെ കാലത്ത് എല്ലാവരും അമ്പലങ്ങളിൽ പോകുന്നത്. ആ ഒരു വിശുദ്ധി നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ കണ്ടെത്തിയിരുന്നെങ്കിൽ നമ്മുടെ വീട് എങ്ങനെയായി മാറിയത്? ആ ഒരു ആരാധനാലയം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ശരിക്കും നമ്മുടെ ഭവനമല്ലേ, നമ്മുടെ വീടല്ലേ. നമ്മൾ ഈ ആരാധനാലയത്തിൽ പോയിട്ടോ നമ്മൾ പോയി കാണിക്കുന്ന ഡ്രാമകൾ എന്തൊക്കെയാണ് മോനെ, ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മളല്ല അവിടെ പോയി കാണിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ല? ആ ദൈവം അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, ഈ ആരാധന അകത്ത് മാത്രമാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ദൈവമോ? അവിടെ പോയി നേർച്ചിട്ടാൽ മാത്രമാണ് ദൈവം കേൾക്കുള്ളൂ. അവിടെ പോയി പുഷ്പാഞ്ജലി കൊടുത്താൽ മാത്രമാണ് ദൈവം പ്രാർത്ഥന കേൾക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിനകത്ത് ഇല്ലേ? അപ്പം നമ്മുടെ കൂടെ ഇല്ലേ? നമ്മുടെ കൂടെ നടക്കുന്ന ഈ പറയുന്ന ഈശ്വര ചൈതന്യം കൊണ്ടു നടക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാതെ, നമ്മുടെ അച്ഛനമ്മേനെ തിരിച്ചറിയാതെ, നമ്മുടെ കൂട്ടുകാരെ തിരിച്ചറിയാതെ നമ്മൾ എന്തിലോട്ടേ ഫോക്കസ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഒരു ഫേക്ക് സൈഡല്ലേ ശരിക്കും. നമ്മൾ പള്ളിയിൽ അമ്പലങ്ങളിലൊക്കെ പോയി കാണിക്കുന്നത് ആക്ച്വലി ഫേക്കല്ലേ? അത് നമ്മളല്ല. അത് നമ്മൾ ഏതോ ഒന്നിനെ പോയി പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഡ്രാമയാണ്. ഈ ഡ്രാമ എന്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നമുക്കില്ല? ആ ബഹുമാനോ ആ ഭക്തിയോ ആ പറയുന്ന സ്നേഹമോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കില്ലല്ലോ. അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കില്ലല്ലോ. അതെന്താ അതിന് കാരണം? അപ്പോൾ നമ്മൾ ഡ്രാമയല്ല കളിക്കുന്നത്. ഈ ഡ്രാമ കളിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അവിടെ പോയിട്ട് ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ, കരഞ്ഞ് സങ്കടപ്പെട്ട് നിലവിളിച്ച് നെഞ്ചത്തിടിച്ച് ദൈവത്തിന് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ്? അതായത് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് നമ്മളോട് ആരാ പറഞ്ഞു തന്നെ? നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ വളരെ ചെറിയ ചെറുപ്പത്തിൽ പാലിന് വേണ്ടിയിട്ടോ ഭക്ഷണത്തിന് വേണ്ടിയോ കരയുന്ന കഴിയുമ്പോൾ നമ്മുടെ അച്ഛനമ്മയെ സാധിച്ചു തരും. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കരയും. അപ്പോൾ നമ്മുടെ അച്ഛനമ്മയും ആ കളിപ്പാട്ടം വേണോ അത് വാങ്ങിച്ചു തരും, സ്നേഹം വേണോ അത് തരും. കരയുമ്പോൾ നമുക്കൊരു സാധനം കിട്ടുന്നു എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ നമ്മളിൽ ഇമ്പിൾഡ് ആവുന്ന നമ്മുടെ മെമ്മറിയാണ്. ഈ മെമ്മറി നമ്മളോട് കുറച്ച് വലുതാകുമ്പോൾ നമ്മുടെ വീട്ടുകാർ പറയും, നന്നായി തമ്പാച്ചനോട് പ്രാർത്ഥിച്ചോ, കരഞ്ഞ് പ്രാർത്ഥിച്ചോ, ദൈവം കൊണ്ടുതരും എന്ന് പറയും. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മുടെ കഴിവിനെ വളർത്തിയാൽ മതി, നമ്മൾ രക്ഷപ്പെടും. കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധമോ അത് തന്നെയാണ് ഈശ്വരൻ. മനസ്സിലായോ? അതല്ലാതെ നമ്മൾ പോയിട്ട് ദൈവത്തിന് മുന്നിലിരുന്ന് കരഞ്ഞോ ദൈവത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. ഇത് നമ്മളിലോട്ടാണ് തിരിയേണ്ടത്. നമ്മുടെ ഉള്ളിൽ അതിരിക്കുന്നത് ആത്മാവിരിക്കുന്നത്. ഈ ആത്മാവ് ശരിക്കും എന്തോ, ഇത് എവിടെ നിന്ന് വന്നതാണ്? നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് എന്താ? ശരിക്കും ഈശ്വരൻ്റെ അംശമല്ലേ? അത് തന്നെയല്ലേ ദൈവം. അവിടെ എങ്ങനെ ദൈവം വരുന്നത്? അത് ബിസിനസ്സല്ലേ? നിങ്ങൾ പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് എന്താ അവിടെ നിന്ന് കിട്ടും? പൈസ കൊടുക്കാതെ എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് പറഞ്ഞു? ഒന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അതാവുന്നത്. പണം കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുന്നത് എങ്ങനെയാണ് ഈശ്വരനാവുന്നത്? നിങ്ങളവിടെ എന്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും സൗജന്യം അവിടെ തരുമോ? ഒന്നും തരില്ല സൗജന്യമായിട്ട്. ഒരു പള്ളികളിൽ നിന്ന് ഒന്നും കിട്ടില്ല.
അപ്പോൾ പിന്നെ എങ്ങനെ അത് ഇതായിട്ട് മാറണമെങ്ങനെ? ഇതൊന്നും വേണ്ട, ഇതിനൊന്നും ആവശ്യമില്ല. ഈ ദൈവത്തിനെ വിളിക്കാനും ഈ അമ്പലങ്ങളിൽ പോകാനും ഈ പള്ളികളിൽ പോകുന്ന സമയമെടുത്ത് നിങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും വിശ്വാസമില്ലായ്മയും കോൺഫിഡൻസ് ഇല്ലായ്മയും തുടങ്ങിയിട്ടുള്ള 100 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതൊന്ന് ആദ്യം നന്നാക്കി എങ്ങനെയെങ്കിലും മാറ്റ്. അത് മാറ്റി കഴിയുമ്പോൾ തനിയെ ദൈവത്തിലോട്ട് നിങ്ങൾ കണക്റ്റ് ആയിക്കോളും. അവിടെ പോയി കിടന്ന് ഈ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പോയി കിടന്ന് എത്ര പേരുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്? ഒന്നും എടുക്കണ്ട, നമ്മുടെ വീട്ടിലോട്ട് നോക്കിയാൽ മതി. നമ്മുടെ അച്ഛനമ്മയും ഒരു പക്ഷേ ഭയങ്കര വിശ്വാസികളായിരിക്കും. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. എന്താണ് പറ്റാന്ന്? അവർക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ പറഞ്ഞ കാര്യം നടന്നിട്ടില്ല. അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ ജീവിതം ഇത് രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയാണ് അവർ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പം ഇതും ഒരു ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്ന ഒരു ഇതാണെന്നാണോ? അപ്പം അങ്ങനെയല്ല. അതായത് പള്ളികളും അമ്പലങ്ങളും എന്ന് പറയുന്നത് പോസിറ്റീവായ എനർജി ഡെവലപ്പ് ചെയ്യുന്ന പ്ലേസുകളാണ്. അവിടെ അവർ കൃത്യമായി പൂജകളും ആരാധനകളൊക്കെ ചെയ്ത് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യും. അത് അഭിരാമി പോയാലും കിട്ടും, അഭിരാമിയുടെ ശത്രു പോയാലും കിട്ടും. 2 മനുഷ്യരും അവരുടെ തുല്യരാണ്. അഭിരാമി പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്നത് എന്തിലോട്ടാണ് ഉപയോഗിക്കുന്നത്, ശത്രു പോയിട്ട് എന്തിലോട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കള്ളൻ ചെന്നിട്ട് പ്രാർത്ഥിക്കുക, എന്താ കള്ളന് പോസിറ്റീവായ ഊർജ്ജം കിട്ടില്ല? കിട്ടും. പക്ഷേ കള്ളൻ അതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അഭിരാമി ആ ഊർജ്ജം അമ്പലത്തിൽ പോയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് അർത്ഥം. ഇത് രണ്ടാ മനസ്സിലാവുന്നുണ്ടോ? ആ ഊർജം എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഉള്ള മനുഷ്യൻ മാത്രമേ അമ്പലങ്ങളിലും പള്ളികളിലും പോയിട്ട് കാര്യമുള്ളൂ. ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യർ പോയിട്ട് ഒരു ഗുണമില്ല. ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യരാണ് എപ്പോഴും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വേണം, അതിന് പഠിക്കണം, കഷ്ടപ്പെടണം. എനിക്ക് എൻട്രൻസ് ജയിക്കണം, അതിന് കഴിവ് വേണം. ഇനി എനിക്ക് നല്ലൊരു ഭർത്താവിന് കിട്ടണം, അതിന് സ്വഭാവം നന്നായിരിക്കണം. ഇനി എനിക്ക് നല്ലൊരു അച്ഛനമ്മയും കിട്ടണം, അതിന് നമ്മുടെ അച്ഛനമ്മയോട് മര്യാദയ്ക്ക് പെരുമാറണം. തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിനും അപ്പുറത്ത് മറ്റൊരു നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു വശമുണ്ട്. നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറല്ല. എന്നിട്ട് നമ്മൾ പള്ളിയിൽ അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് മാർക്ക് വേണം, എനിക്ക് എൻട്രൻസ് ജയിക്കണം, എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണം, എനിക്ക് നല്ല ഇത് വേണം. അപ്പം നമ്മളല്ലേ ശരിക്കും ഇത് കറക്റ്റ് ചെയ്യേണ്ടത്? ഈ സമയം കൊണ്ട് മുഴുവനും നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മൾ നന്നായി പഠിച്ച് നല്ലൊരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ നന്നായി പഠിച്ചിട്ട് നമ്മൾ നല്ല രാത്രി പകലൊക്കെ ഇരുന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കുക പോലും വേണ്ട, അവിടെ പോയി നിന്ന് എനർജീനെ സ്വീകരിച്ച് തിരിച്ചു വരാം. നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് നിറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺഫിഡൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എക്സാം ഹാളിനാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവാവും, നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടി ഷാർപ്പാവും. കാരണം എന്താ, അവിടെ നിന്ന് കിട്ടുന്നൊരു ഊർജ്ജത്തെ നമ്മൾ സ്വീകരിക്കുക. തിരിച്ച് പഠിച്ചിട്ടുമില്ല, ഒന്നുമില്ല, അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ട് എക്സാം ഹാളിൽ പോയി എങ്ങനെ ജയിക്കും? അപ്പോൾ ദൈവം അത് എന്ത് സ്വഭാവം കാണിക്കുന്നത്? പഠിക്കുന്ന കുട്ടിക്കും പഠിക്കാത്ത കുട്ടിക്കും കൂടി ഒരുമിച്ച് എങ്ങനെ മാർക്ക് കൊടുക്കുന്നത്? അതിലൊരു നീതികേടില്ലേ? ഡെഡിക്കേഷനാണ്. ദൈവം നമുക്ക് എല്ലാം ഇൻബിൽഡായിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്കതിനുള്ള കഴിവ് ദൈവം നമ്മൾ ജനിച്ചപ്പോഴേ നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവിലോട്ട് നോക്കിയാൽ മതി. ആ കഴിവിനെ ഉണർത്തുക, ആ സിദ്ധികളെ ഉണർത്തുക. അതിന് ശേഷം ഇവിടെ പോയി ഡിപ്പെൻഡ് ചെയ്യുക. ദൈവം നമ്മുടെ ഒരാളുടെ കാര്യത്തിലും കയറി ഇടപെടില്ല. എവിടെയെങ്കിലും ദൈവം ഇടപെട്ടായിട്ട് അറിയോ? ഇടപെടില്ല. എല്ലാ മനുഷ്യരും തുല്യരായിട്ടാണ് പുള്ളി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി പ്രത്യേകമായിട്ട് ഒരാൾക്ക് എങ്ങനെ ഒരു സാധനം കൊടുക്കുന്നത്? ഇനി ചില ആളുകൾക്ക് പ്രത്യേകമായിട്ട് എന്നാൽ പിടിച്ച കുറച്ച് സ്വർണം, എന്നാൽ പിടിച്ച കുറച്ച് പണം, അതെന്ത് മൈൻഡ് സെറ്റാണ്? ഇവിടെയാണ് നമ്മൾ ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിളിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് ഓരോരുത്തരുടെ കഴിവുമായി ബന്ധപ്പെട്ട. കഴിവുള്ളവൻ രക്ഷപ്പെടും, കഴിവില്ലാത്തവൻ നശിച്ചു പോകും. ഇതിന് ദൈവമായിട്ടൊരു ബന്ധമില്ല. ഒരു കുടുംബജീവിതത്തിൽ മര്യാദയ്ക്ക് പെരുമാറുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏറ്റവും സുഖമായിട്ട് ജീവിക്കും. ഒരു കുടുംബജീവിതത്തിൽ പരസ്പരം വിശ്വാസവഞ്ചന കാണിക്കുന്നവർ തമ്മിൽ തെറ്റിപ്പിരിയും. ഒരാൾ വളരെ മോശമായിട്ട് പെരുമാറിയാൽ ഒരാൾ വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറും. ഇതിന് ദൈവത്തിന് എന്താ പങ്ക്? അമ്പലത്തിൽ നിന്ന് താലി കെട്ടിയെന്ന് കരുതി ആ കല്യാണം നന്നാവണമെന്നുണ്ടോ? കുഞ്ഞിന് ദൈവത്തിൻ്റെ പേരിട്ട് ആ കുഞ്ഞ് നന്നാവണമെന്നുണ്ടോ? ആ കുഞ്ഞിനെ വളർത്തുന്ന അച്ഛനമ്മയും നന്നായിരിക്കണം, ആ കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റ് നന്നായിരിക്കണം. ഇതിന് ദൈവമായിട്ട് എന്താ ബന്ധം? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മുഴുവൻ പരാജയങ്ങളെയും നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് ദൈവത്തിന് മുമ്പിലാണ്. ഞാൻ നിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നല്ലോ, എന്നിട്ട് നീ എന്താ എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയ? പിന്നെ എന്താ യോഗ്യത ഇരിക്കുന്നത്? ഇപ്പോൾ അഭിരാമി പോയി പ്രാർത്ഥിച്ചാൽ അഭിരാമിക്ക് കിട്ടില്ല. അഭിരാമിക്ക് പ്രാർത്ഥിച്ച് ആ കാര്യം നടത്തി തരണമെങ്കിൽ അഭിരാമിയുടെ യോഗ്യത എന്താ? പ്രാർത്ഥിച്ചു എന്നുള്ളതാണോ യോഗ്യത? അതിന് മുമ്പ് അഭിരാമിയുടെ ജീവിതം എന്താണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അഭിരാമി മറ്റുള്ളവർക്ക് എങ്ങനെ നിന്നു, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറി എന്നുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അതിരാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് രാത്രി നമ്മൾ കിടക്കുന്നത് വരെ മറ്റുള്ള മനുഷ്യരോട് നമ്മൾ എങ്ങനെ പെരുമാറി, എങ്ങനെ സംസാരിച്ചു, പക്ഷികളോടും മൃഗങ്ങളോടും നമ്മൾ എങ്ങനെ പെരുമാറി എന്നതാണ് പ്രാർത്ഥന.
പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു പട്ടിയുടെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ആ പട്ടി നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് എന്താ യുക്തി ഇരിക്കുന്നത്? ആ ജീവിയിലും ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്, എന്നിലും ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്, ഈ പറയുന്ന പക്ഷി മൃഗാദികളിലും ഈശ്വര സാന്നിധ്യം ഉണ്ടെന്ന് നമ്മുടെ ബോധമാണ് യഥാർത്ഥ പ്രാർത്ഥന. ഒന്നിനും പെയിൻ കൊടുക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നിനെ സങ്കടപ്പെടുത്താതിരിക്കുക, ഒന്നിനെ ചതിക്കാതിരിക്കുക, ഒന്നിനെ പറ്റിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മളായിട്ട് ചെയ്യേണ്ട സാധനം. ചില സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇതിനങ്ങ് ഉൾട്ടടിക്കും, പറ്റിക്കാൻ. അപ്പോൾ അത് എൻ്റെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് അവനെ പറ്റിക്കണമല്ലോ, പറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതം രക്ഷപ്പെടുള്ളൂ. പറ്റിച്ച് കഴിഞ്ഞിട്ട് ഈശ്വരൻ എനിക്ക് പറ്റിപ്പോയി, എൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ അവനെ പറ്റിച്ചത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആ തെറ്റ് മാഞ്ഞു പോകുന്നതാണോ? അല്ലല്ലോ, കർമ്മമാണോ അനുഭവിച്ചിരിക്കണം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, പള്ളിയിൽ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല, പക്ഷെ അത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവരുത്. അതൊരു പോസിറ്റീവ് ഊർജ്ജത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ആ പോസിറ്റീവായ ഊർജ്ജം എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു യോഗ്യതയും കൂടി വേണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ ആത്മാവ് എന്നത് സത്യമാണ്, അതെല്ലാവരും വിശ്വസിക്കുന്ന ഒന്നാണ് ആത്മാവ്. ഈ ആത്മാവിന് രൂപമുണ്ടോ? ആത്മാവ് ഒരു എനർജി ഫോർമേഷനാണ് മോനെ, അതിന് രൂപമില്ല. പലരും ആത്മാവിനെ കണ്ടതായിട്ടും ഇപ്പം അവരുടെ മരിച്ചുപോയ അപ്പൂപ്പൻ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിനെ കണ്ടു, രൂപത്തിൽ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ രൂപമാണോ? അല്ല, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചം നിൽക്കുന്നത് ഒരു ഊർജ്ജത്തിലാണ്, നമുക്കറിയാലോ. നമ്മൾ നിൽക്കുന്നത് ഊർജ്ജമാണ്, നമ്മൾ സ്വീകരിക്കുന്നത് ഊർജ്ജമാണ്. പക്ഷേ ഈ ജീവജാലങ്ങളിലെല്ലാം ഊർജ്ജമില്ലെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. നമുക്ക് ആ ഊർജ്ജത്തെ കാണാൻ പറ്റുന്നില്ല, അദൃശ്യമാണ് ഊർജ്ജത്തെ. നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല, നമുക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ്, അസിദ്ധിയില്ല. നമുക്ക് വളരെ ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ മാത്രമേ കാണാനുള്ള കഴിവ് നമുക്കുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും ഒരാൾ എനിക്ക് വന്ന് എൻ്റെ സാന്നിധ്യം തരണമെന്ന് വിചാരിക്കുക, ആത്മാവായിട്ട് വന്നു. അവരെനിക്ക് സാന്നിധ്യം തരുന്ന സമയത്ത് അദൃശ്യ രൂപത്തിൽ വന്നിട്ട് ഞാൻ അറിയണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ എങ്ങനെയാണോ അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ആ രൂപത്തിലായിരിക്കും അവരെനിക്ക് പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ആ രൂപത്തിലായിരിക്കും അവരെനിക്ക് സാന്നിധ്യം തരുന്നത്. ഇതുപോലെ തന്നെയാണ് ഈശ്വരൻ വന്ന് പ്രത്യക്ഷപ്പെട്ടെന്നും സാന്നിധ്യം തരുന്നതെന്നും പറയുന്നതും. ഈശ്വരൻ വന്ന് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? നമ്മൾ ഏത് രൂപത്തിലാണോ ഈശ്വരനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലായിരിക്കും. ഇപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്. മാതാവ് കുഞ്ഞായിട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു യുവതിയായിട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പ്രായമായ ഒരു അമ്മയായിട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ആ ഭക്തൻ്റെ മനസ്സിലെ വിശ്വാസം പോലെ ഇരിക്കും. നമ്മുടെ വിശ്വാസമാണ് ദൈവത്തെ രൂപം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കല്ല ഒരു പാമ്പായിട്ട് കാണണമെന്ന് വിചാരിക്കാം. ഇപ്പം നാഗരാജാവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നാഗമായിട്ടായിരിക്കും വരുന്നത്. മനസ്സിലാവുന്നില്ല? അതല്ല എൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ആ രൂപം ശരിക്കും രൂപമില്ല. ചില സമയത്ത് ചിലപ്പോൾ സാന്നിധ്യം തരാൻ വേണ്ടി ഒരു വെളുത്ത പുകയായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. അത് നമുക്കൊരു അനുഭവം തന്നിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അതിന് രൂപമില്ല എന്നുള്ളതാണ്. ആ രൂപത്തിലല്ല അത് നിൽക്കുന്നത്. അത് നമ്മുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ രൂപം ക്രിയേറ്റ് ആവുന്നത്. അതെങ്ങനെ വേണമെങ്കിലും ആവാം. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവായ സോളുകളെ പ്രസൻസ് അനുഭവപ്പെടുന്നത്. ഇപ്പം ചില ആളുകൾ പറയുന്നില്ല ഞാനൊരു ഭീകരമായ രൂപം കണ്ടെന്ന്. ആക്ച്വലി നെഗറ്റീവായ എനർജി ഫോർമേഷനാണ്. ആ നെഗറ്റീവായ എനർജി ഫോർമേഷൻ നമ്മളെ എങ്ങനെയാണ് ഭയപ്പെടുത്താൻ പറ്റുന്നത്, നമ്മളെ എങ്ങനെയാണ് പേടിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു കുട്ടിച്ചാത്തനെ കാണുമ്പോഴാണ് പേടി. അഭിരാമിക്ക് കുട്ടിച്ചാത്തനെ കണ്ടാൽ ചിരി വരും. അപ്പോൾ ഒരു കുട്ടിച്ചാത്തം വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ അഭിരാമി ചിരിക്കും, ഞാൻ പേടിക്കും. ഇത് രണ്ടല്ലേ? അഭിരാമിനെ പേടിക്കണമെങ്കിൽ ഒരു പക്ഷേ യക്ഷിയുടെ രൂപമായിരിക്കണം അവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഒരു നെഗറ്റീവായ സോൾ വന്നിട്ട് അഭിരാമിനെ ഒന്ന് പേടിപ്പിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ യക്ഷിയുടെ രൂപം വരണം. അതല്ലാതെ കുട്ടിച്ചാത്തൻ്റെ രൂപം വന്നിട്ട് എന്തായാലും കുട്ടിച്ചാത്തൻ ചമ്മിപ്പും അവിടെ വന്നു കഴിഞ്ഞാൽ. ആ രൂപം എന്ന് പറയുന്നത് ഏത് രൂപത്തിലോട്ട് വേണമെങ്കിലും നമുക്കൊരു എനർജിനെ കൺവേർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം ഓരോ എനർജികളെയും കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും, ഓരോ ഫ്രൂട്ട്സും, നമ്മൾ മനുഷ്യരും എല്ലാം എനർജീനെ രൂപമാറ്റം വരുത്തി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് മറ്റേതിനും സംഭവിക്കുന്നത്. എനർജീനെ രൂപമാറ്റം വരുത്തി കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില വ്യക്തികളുടെ ഉള്ളിൽ പൂജ എന്നുള്ള സംഭവത്തിലൊക്കെ ബാധ കയറി എന്നൊക്കെ പറഞ്ഞൊരു ഇത് കേൾക്കാറുണ്ട്. ശരിക്കും അതിലൊക്കെ വിശ്വാസമുണ്ടോ ചേട്ടന്? ബാധ കയറാന്നൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പൊതുവേ എക്സോസിസം പ്രാക്ടീഷണറും കൂടിയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേസുകളുടെ സോളുകൾ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ ക്യാമ്പുകളിൽ മുഴുവനും അനുഭവങ്ങളുണ്ട്. എന്നെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ, സംസാരിക്കുന്ന ആളുകൾ, നമ്മളെടുക്കുന്ന കൺസൾട്ടേഷൻ മുഴുവനും ഇത്തരത്തിലുള്ള ആളുകളുടെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട് അകത്ത്. നമ്മൾ ടിപ്പിക്കൽ രീതിയിലല്ല ഇതിനെടുക്കേണ്ടത്. എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ അഭിരാമിക്ക് ഒരു സോൾ പ്രസൻസ് അനുഭവപ്പെട്ട് തുടങ്ങിയെന്ന് വിചാരിക്കാം. അഭിരാമിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. സോളുകളെ, പ്രേതങ്ങളെ, ബോധങ്ങളൊക്കെ പറയുന്നത് ചുമ്മാ, ഇതൊക്കെ 2000 യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇതിലൊന്നും ഒരു അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അഭിരാമിക്കിട്ടൊരു പണി തരാം,
ഒരു സോൾ പ്രസൻസോ ഒരു ബുദ്ധിമുട്ട് വരാം. എങ്ങനെയായിരിക്കും അഭിരാമിയിൽ വർക്കൗട്ട് ചെയ്യുന്നത്? അഭിരാമി ഒരു നിമിഷം നോക്കുമ്പോൾ ഒരു പ്രേതം മുന്നിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെയല്ല ഇതിന് മനസ്സിലാക്കണ്ടേ. അഭിരാമി ഇന്നത്തെ ദിവസം അഭിരാമിക്ക് ഒരു പണി കിട്ടുന്നിരിക്കുക. അഭിരാമി നേരെ വീട്ടിലോട്ട് ചെന്നിരിക്കുന്ന സമയത്ത് അഭിരാമിക്ക് ഒരു വൃത്തികെട്ട സ്മെല്ല് ആദ്യം അനുഭവപ്പെടും വീടിനകത്ത്. എല്ലാവർക്കും വ്യത്യസ്തമായ അനുഭവം കേട്ടോ. ആദ്യം ഒരു സ്മെല്ല് അനുഭവപ്പെടും. അപ്പോൾ അനുഭവം ഇത് എന്താണെന്ന് ചിന്തിക്കും. പിറ്റത്തെ ദിവസം രാത്രി വീണ്ടും അനുഭവപ്പെടും. അപ്പോൾ മോള് വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കും. പിന്നെ തോന്നുമ്പോൾ എന്തോ ഒരു സാന്നിധ്യം പോലെ വീടിനകത്ത് അനുഭവപ്പെടാൻ തുടങ്ങും. എന്തോ നമ്മളല്ല മറ്റെന്തോ ഉണ്ട്, നമ്മളൊന്നും കാണുന്നില്ല, നമുക്കൊരു തോന്നൽ വരാം, ഒരു ഇൻഡ്യൂഷൻ വരാം. രണ്ടാമത്തെ പ്രാവശ്യം എന്തോ ഒരു കറുത്ത പുക പോലൊരു സാധനം പോകുന്നതായിട്ടും കാണുന്നുണ്ടോ. ഒരു 3-4 ദിവസം 2 ആഴ്ച ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിക്കുമ്പോൾ അഭിരാമിക്ക് എന്ത് സംഭവിക്കും? പേടി വരും. ഫിയറാണ് നെഗറ്റീവ് സോളുകളെ നമ്മളിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഫിയർ എന്ന് പറയുന്ന എനർജിയാണ് നമ്മുടെ ചക്രകളെ മുഴുവനും ഓപ്പണാക്കി വിടുന്നത്. അതായത് നമ്മുടെ ചക്രകൾ എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. ഈ സമയത്ത് ഫിയർ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നത്? ഇതെല്ലാം ഓപ്പൺ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചക്രയിലോട്ട് വേണമെങ്കിലും കയറി ആക്സസ് ചെയ്യാൻ പറ്റും. ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു കാര്യം അനുസരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മളിപ്പോൾ ഒരാളെ പേടിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ പേടിപ്പിക്കുന്നു, നമുക്ക് ഒരാളെ നമ്മൾ ഭയപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, അല്ലെങ്കിൽ നീ എന്നെ പേടിക്കണം. ഇത് കാണിക്കാനാണ് നമ്മൾ നമ്മുടെ ഫേസ് മാറ്റുന്നതും നമ്മൾ ഒച്ചയിൽ സംസാരിക്കുന്നതെല്ലാം. ശരിക്കും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് എനർജി ലെവലിലും. ആദ്യം ഭയം ഇഞ്ചെക്ട് ചെയ്യും. ഭയപ്പെടുത്തി ഭയം നമ്മളിലോട്ട് കൂടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴെ പോകാൻ തുടങ്ങും. സൈക്കോളജിക്കൽ നോർമൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് എനർജി രൂപത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴെ പോവും, നമ്മുടെ വിശ്വാസം താഴെ പോവും, നമുക്ക് പതുക്കെ ഇരുട്ടിനോട് ഭയം വരാൻ തുടങ്ങും, പ്രശ്നം വരാൻ തുടങ്ങും. അവിടെ മുതൽ എനർജി നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലോട്ട് പുതിയ വിഷ്വൽസ്, പുതിയ ശബ്ദങ്ങൾ, പുതിയ രൂപങ്ങളെല്ലാം നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങും. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എനർജി വേവുകളെ റിസീവ് ചെയ്യാൻ ഒതുങ്ങുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അത് എല്ലാം എനർജിയാണ്. ഈ എനർജി വേവുകളാണ് നമുക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ കൈ അനക്കണം എന്ന് ഞാൻ ചിന്തിച്ചതിന് ശേഷം ഈ ചിന്തകൾ ബ്രെയിനിൽ പോയി എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എനർജി സിഗ്നൽസ് ആയിട്ട് വന്നാൽ മാത്രമാണ് എൻ്റെ കൈ എനിക്ക് വർക്കൗട്ട് ചെയ്യുള്ളൂ. ഇതുപോലെ തന്നെയാണ് പുറത്ത് നിന്നും ഒരു എനർജി നമ്മുടെ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ പിന്നെ ചിന്തിക്കുന്നത് എന്താ? ഇപ്പം ഞാൻ പുറത്ത് നിന്നിട്ട് ഞാൻ അഭിരാമിക്ക് തരാം, അഭിരാമി ഇപ്പോൾ ഒരു കറുത്ത രൂപത്തെ ഇപ്പോൾ കാണണം എന്ന് ഞാൻ ഇങ്ങനെ എനർജി പുഷ് ചെയ്തുകൊണ്ടിരുന്ന ബ്രെയിൻ റിസീവ് ചെയ്തിട്ട് ബ്രെയിൻ അടുത്ത നിമിഷം എന്താ ചെയ്യുന്നത്? ബ്രെയിനെ സംബന്ധിച്ചിട്ട് ബ്രെയിൻ എന്താണോ ചിന്തിക്കുന്നത് അത് കാണിക്കാനുള്ള കഴിവുണ്ട്. അതായത് ബ്രെയിൻ ഇപ്പോൾ ചിന്തിക്കാം മുന്നിലൊരു വലിയൊരു ആന വന്ന് നിൽക്കുന്നു എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ അത് കാണിക്കും. നമ്മളെ ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കും. എന്ന് നമ്മൾ ചില പാട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കും നമ്മുടെ ബ്രെയിൻ്റെ അകത്ത്. ഇതുപോലെ തന്നെയാണ് എനർജി ലെവലിലും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നൊരു എനർജി നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഭയം എന്താണോ അത് പല രൂപങ്ങളിലോട്ടും കണക്റ്റ് ആവും. പിന്നെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയുടെ കൺട്രോൾ മുഴുവനും കട്ടായി പോകും നമുക്ക്. പിന്നെ നമ്മളല്ല ചിന്തിക്കുന്നത്, പിന്നെ നമ്മളല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങനെ പറ്റുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ മുഴുവനും നെഗറ്റീവായ ഊർജ്ജത്തിൻ്റെ പ്രസൻസ് വരാൻ തുടങ്ങും. നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളെ അടുത്ത് ചെല്ലുമ്പോൾ ആളുകൾക്ക് ഒരു വൃത്തിയായിട്ട സ്മെല്ലായിരിക്കും. നമ്മുടെ സംസാരം ഇഷ്ടപ്പെടില്ല, നമ്മൾ പെരുമാറുന്ന ഇഷ്ടപ്പെടില്ല. പള്ളിയിൽ അമ്പലത്തിലൊക്കെ പോകും, പക്ഷേ വലിയ കാര്യമില്ല. നമ്മൾ ഫുള്ള് നെഗറ്റീവാവും. അവസാനം നമ്മൾ മരണത്തിലോട്ടായിരിക്കും നമ്മൾ എത്തുന്നത്. ഇതാണ് പൊതുവേ ഇത്തരത്തിലുള്ള കേസുകൾ സംഭവിക്കുന്നത്. ഏതൊരു എക്സോസിസവും ഏതൊരു നെഗറ്റീവായ സോൾ ബാധിച്ച ആളുകളും അവസാനം ചെന്നെത്തുന്നത് മരണത്തിലോട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ ഒതുങ്ങിയിരിക്കുന്ന നെഗറ്റീവായ സോളുകൾ കാണാൻ പുറത്തു പോകില്ല. കാരണം നെഗറ്റീവായ സോളുകൾ ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് ഊർജ്ജത്തൊക്കെ കവർന്നെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് നെഗറ്റീവായ ആളുകൾക്ക് പോസിറ്റിവിറ്റി ഇല്ലാത്തത്. അവരുടെ ചിന്തയിൽ പോസിറ്റിവിറ്റി ഇല്ല, അവരുടെ പെരുമാറ്റത്തിൽ പോസിറ്റിവിറ്റി ഇല്ല. അവർക്ക് കൊല്ലണോ അവർ കൊല്ലും, അവർക്ക് തല്ലണോ അവർ തല്ലും, അവർക്ക് ചതിക്കണോ അവർ ചതിക്കും. കാരണം എന്താ? പോസിറ്റീവായ ഊർജ്ജത്തിലാണ് മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല, മറ്റൊരാളുടെ പെയിൻ, മറ്റൊരാളുടെ കൺസേൺ, മറ്റൊരാളുടെ അവരുടെ സംരക്ഷണം, സ്നേഹം തുടങ്ങിയുള്ള എല്ലാ ഊർജ്ജത്തിൻ്റെ ഡേറ്റ. ഓരോ ഊർജ്ജത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ഡേറ്റകൾ അടങ്ങിയിട്ടുണ്ട്. പോസിറ്റീവായ ഊർജ്ജത്തിൽ ഇങ്ങനെയാണെങ്കിൽ നെഗറ്റീവായ ഊർജ്ജത്തിൽ ഇതിനെതിരായിട്ടാണ് ഉപദ്രവിക്കണം, തല്ലണം, നശിപ്പിച്ച് കളയണം, അവനെ ഇല്ലാണ്ടാക്കണം, കൂടോത്രം ചെയ്യണം, മന്ത്രവാദം ചെയ്യണം, അവൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറുക തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതാണ് പോസിറ്റീവായ ഒരാൾ നെഗറ്റീവായ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ രണ്ട് അന്തരമായിരിക്കും. ഇവരുടെ പെരുമാറ്റവും ഇവരുടെ സംസാരവും 2 രീതിയായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ നെഗറ്റീവായ ഊർജ്ജം ഇങ്ങനെ നിന്ന് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നമ്മുടെ പോസിറ്റീവായ ഊർജ്ജത്തെ വലിച്ചെടുത്ത് നമ്മളങ്ങ് ഇല്ലാണ്ടാക്കി കളയും. നമ്മൾ ഇല്ലാണ്ടാക്കി കളയുമ്പോഴാണ് അവസാനം നമ്മൾ മരണത്തിലോട്ട് എത്തും. ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെപ്പോലുള്ള ആളുകൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോളിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി, ആ സോളിൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കി, ആ എനർജിനെ ഡൗൺ ചെയ്യേണ്ട പ്രോസസ്സുകൾ ചെയ്ത് ശരീരത്തിന് അതിനെ റിലീസ് ചെയ്ത് എടുത്ത് കളയും. അപ്പോൾ ആ വ്യക്തി പഴയ സാധാരണ നോർമൽ ഒരു വ്യക്തിയായിട്ട് മാറും. അങ്ങനെ എടുത്ത് കളയുന്ന സമയത്ത് എന്ത് പറ്റും? ആ വ്യക്തിയുടെ ബ്രെയിൻ
ശരീരം ബ്ലഡ് പ്രഷർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഈ ഹോർമോൺസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ എനർജിയാണ്. ഇത് റിലീസ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ശരീരം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കാൻ തുടങ്ങും. കൈകാലുകളിട്ട് ശബ്ദം മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് എന്താ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരും. ഒരു 3, 4, 5 പേര് കയറി പിടിച്ചാലാണ് എൻ്റെ മുന്നിലേക്ക് നാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ അത് 2 രീതിയിലാക്കും. ഒന്നെങ്കിൽ നെഗറ്റീവായിട്ട്, ഒന്നെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഒരു ക്യാമ്പിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു ഇഷ്യൂ സംഭവിച്ചു. ഇഷ്യൂ സംഭവിച്ചപ്പോൾ ക്യാമ്പ് പകുതി ആയപ്പോഴാണ് ഇഷ്യൂ സംഭവിക്കുന്നത്. പെട്ടെന്നായിരിക്കും അവിടെ ഈ ഇഷ്യൂ സംഭവിക്കുന്നത്, നെഗറ്റീവ് സോൾ ബാധിക്കുന്നത്. അതിന് ബാധിച്ച് കഴിയുമ്പോൾ തന്നെ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചക്കരകളെ എനിക്ക് ആദ്യം കയറി അടിച്ച് കഴിയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ എനിക്ക് നെഞ്ചുവേദന, എനിക്ക് എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടിലൂടെ ഞാൻ അപ്പോൾ തന്നെ കണ്ടോട്ടെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിയൽ കേസാണ്. അതായത് സോള് ബാധിച്ചു എന്ന് പറയുന്നത് 90% മാനസികാവസ്ഥയാണ്, ഹാലൂസിനേഷനാണ്. 10% മാത്രമേ റിയൽ ഉള്ളൂ. ഈ 10% റിയൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി കട്ടാവും ആ ഹോളിൻ്റെ അകത്ത്. അടുത്ത നിമിഷം അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ നെഗറ്റീവായി പോകും. അടുത്ത നിമിഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ പാനിക്കായി പോകും. എന്ന് പറഞ്ഞാൽ അത്രയും നെഗറ്റീവായ ഊർജ്ജം നമ്മളിലോട്ട് ഇവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുമില്ല, നമ്മളെ ഭയപ്പെടുത്തണം, നമ്മളെ പേടിപ്പിക്കണം. നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ നമ്മൾ തിരിച്ച് വരണം. അവരെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മളെന്താ അവർക്ക് ചെയ്യുന്നത്? അവരെ ഈ എനർജീനെ റിലീസ് ചെയ്ത് ഈ ശരീരത്തിനെ ഒരു പോസിറ്റീവായ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പോസിറ്റീവായ എനർജി ഡെവലപ്പ് ചെയ്യാനാണ് ഉള്ളിലിരിക്കുന്ന നെഗറ്റീവ് എനർജി അനുവദിക്കാത്തത്. ഈ സമയത്ത് ഭയങ്കരമായിട്ട് പ്രശ്നം കാണിക്കും. നമ്മൾ എന്ത് കാണിച്ചാലും ആ നെഗറ്റീവായ എനർജിനേക്കാളും കൂടിയ പവറുള്ള ആളാണ് ഞാനെങ്കിൽ അടുത്ത നിമിഷം ഈ ശരീരത്തെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കും. അതായത് ഒന്നെങ്കിൽ സൂയിസൈഡിലോട്ടോ അല്ലെങ്കിൽ മരണത്തിലോട്ടോ അല്ലെങ്കിൽ തല ചെന്ന് ഭിത്തിയിലിടിച്ചിട്ട് എന്തെങ്കിലും കാണിച്ച് നശിപ്പിച്ച് കളയും. മനസ്സിലാവുന്നുണ്ടോ? 90% കേസും തെറ്റിദ്ധാരണയാണ്. അവർ പല സിനിമകളും കണ്ട് ഈ പറയുന്ന ഈ ആട്ടങ്ങളും കണ്ട് തുള്ളലും കണ്ടൊക്കെ നടക്കുന്ന ആളുകളാണ്. അതൊക്കെ വളരെ നോർമൽ കേസുകളാണ്. പക്ഷെ ബാക്കിയുള്ളത് ഭയങ്കര ഡേഞ്ചറാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. നമ്മൾ ബൈബിൾ എടുത്ത് നോക്കി കഴിയുമ്പോഴേ ഇതിനകത്ത് എല്ലാം ഇതുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ചെകുത്താൻ, പിശാച് ബാധിതരെ സുഖപ്പെടുത്തിയ കഥകൾ, ഈ പറയുന്ന എല്ലാ മതങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളൊരു നെഗറ്റീവ് സോൾ, ഇപ്പോൾ അഭിരാമിയുടെ ശരീരത്തിൽ നെഗറ്റീവ് സോൾ ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ എൻ്റെ പ്രോസസ്സിലൂടെ ആ നെഗറ്റീവ് സോള് പുറത്തോട്ട് ഇറങ്ങി. ഇതെവിടെ പോകുന്നു? ഇതെവിടെയും പോകുന്നില്ല. നമുക്കിതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അഭിരാമിയിൽ നിന്ന് മാറ്റാനേ എനിക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്കതിനെ നശിപ്പിച്ച് കളയാനൊന്നും പറ്റില്ല. കാരണം അതാണ് പ്രശ്നം. അതൊരു എനർജിയെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. എനർജീനെ നമുക്ക് റിലീസ് ചെയ്യാനോ രൂപം മാറ്റാനോ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോളിനെ വിളിച്ച് പുറത്തേക്ക് ഇറത്തിയതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സ് ഇരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരുപാട് ഈ പറയുന്ന മാന്ത്രികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ബാധകൾ ഒഴിപ്പിക്കുന്ന കേസുകളുണ്ട്. ഈ ഒഴിഞ്ഞുപോയ ബാധകൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പറയും അവിടെ കൊണ്ട് കുടിയിരുത്തി, ഇവിടെ കൊണ്ട് കുടിയിരുത്തി എന്നൊക്കെ നമ്മൾ പറയും. ഒന്നുമില്ല. കുടിയിരുത്തലൊക്കെ വളരെ കഴിവുള്ള സിദ്ധിയുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ ഇതിനെ റിലീസ് ചെയ്ത് കളയാനേ മാത്രമേ പറ്റുള്ളൂ. ഇത് റിലീസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും കയറി ബാധിക്കും, അല്ലെങ്കിൽ ആരാണോ ഒഴിവാക്കിയത് അവനെ കയറി ബാധിക്കും. ഇപ്പം ഞാനാണ് ഒഴിവാക്കിയെങ്കിൽ ഒന്നുകിൽ എന്നെ ബാധിക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി എനർജി ലെവലിൽ നിൽക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ഫാമിലിയെ കയറി അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ? അതായത് അഭിരാമി ഏറ്റവും സുഖകരമായി സന്തോഷമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുക. ഞാൻ വന്നിട്ട് അഭിരാമിനെ കൈയും കാലും പിടിച്ച് വലിച്ചിട്ട് പുറത്തേക്ക് ഇടാം, എന്നിട്ട് ഇറങ്ങിപ്പോകുന്നു പറയാം. പുറത്തേക്ക് ഇറങ്ങി അഭിരാമിക്ക് എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന വൈരാഗ്യത്തിൻ്റെ അളവെന്തായിരിക്കും? ഇത് തന്നെയാണ് ഒരു ശരീരത്തിൽ നിൽക്കുന്ന ഒരു സോളിൻ്റെ ആറ്റിറ്റ്യൂഡും. അത് ഏറ്റവും സുഖകരമായി സമാധാനമായി ജീവിക്കുക. അവിടെ വന്നിട്ട് നമ്മൾ കയറിയിട്ട് ഇറങ്ങിപ്പോകാൻ പറയാം. കാരണം സോളുകളെ സംബന്ധിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല, മില്യൺ കണക്കിന് സോളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ സോളുകളെല്ലാം ഒരു ശരീരത്തെ ആഗ്രഹിച്ചോ ഒരു കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ശരീരത്തിലൂടെ ആഡ് ഓൺ ആവാനോ ആഗ്രഹിച്ച് നടക്കുക. എന്തിന്? ഇവർക്ക് മോക്ഷത്തിലോട്ട് പോകണം അൾട്ടിമേറ്റ്. പിന്നെ ഇവരെന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ. ഇപ്പം അഭിരാമിനെ സംബന്ധിച്ചിട്ട് അഭിരാമിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ സ്പിരിച്വലായിട്ട് പോകാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പോകാം. സ്പിരിച്വലായിട്ട് പോയാലും നെഗറ്റീവായിട്ട് പോയാലും ദൈവം ഒന്നും ഇടപെട്ടില്ല. കാരണം എന്താ? അഭിരാമിക്ക് അൾട്ടിമേറ്റ് സ്വാതന്ത്ര്യമുണ്ട്. അഭിരാമി നാളെ ചിന്തിക്കുക, ഒരു സാത്താൻ വർഷിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കൂടോത്രം ചെയ്യണം, മന്ത്രവാദം ചെയ്യാം. അഭിരാമിയുടെ കൂടെയുള്ള ഒരാളെ നശിപ്പിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യത്തിലാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത്. പക്ഷേ ചെയ്തതിന് ശേഷമുള്ള കർമ്മം അത് അഭിരാമിയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതെന്താണോ ചെയ്തത് അത് അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് പോയി പ്രാർത്ഥിച്ച കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൂടോത്രം ചെയ്യുന്ന ആളുകളും ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകളും സാത്താൻ സേവ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ജനിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ തടയാനും അവർ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റും. നമുക്കൊരാളെ കൊല്ലാനും വളർത്താനും പറ്റും. നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഈ ഒരു ഫോഴ്സ് മതി നമുക്ക് ഒരാളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. അപ്പം ഇത് തന്നെയാണ് ഈ എനർജിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ എനർജീസ് റിലീസായി പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ
സോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് ആദ്യം അഭിരാമി ഒരു സോൾ ഇഷ്യൂ ആയിട്ടാണ് വന്നെങ്കിൽ ആദ്യം അഭിരാമിനോട് നിർത്തും, എന്നിട്ട് അഭിരാമിയുടെ സോളിനോട് ആദ്യം സംസാരിക്കും. അഭിരാമിയുടെ ഉള്ളിലുള്ള സോളിനോട് ആദ്യം സംസാരിച്ചതിന് ശേഷം സോൾ എത്രത്തോളം വീക്കാണെന്ന് ചെക്ക് ചെയ്യും. സോൾ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും എനർജി രൂപത്തിൽ. അപ്പോൾ സോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഈ ശരീരം വീക്കാണ്, അഭിരാമിയുടെ ശരീരം വീക്കാണ്, ഒന്നുകിൽ അത് സെക്ഷൽ പൊസഷനിലോട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനിപ്പുലേഷൻ പോയിക്കൊണ്ടിരിക്കുക, തുടങ്ങിയിട്ടുള്ള എന്ത് ഇഷ്യൂ ആണെന്ന് ഓൾറെഡി സോൾ പറഞ്ഞു തരും. എന്തിന് സോൾ ഇത് എനിക്ക് പറഞ്ഞു തരണം? ആ സോളിന്, അഭിരാമിയുടെ ഉള്ളിലൊരു ആത്മാവിന് മോക്ഷത്തിലോട്ടാണല്ലോ പോകേണ്ടത്, അതാണല്ലോ അൾട്ടിമേറ്റ് ആഗ്രഹം എന്ന് പറയുന്നത്. ഈ ആത്മാവിന് നിലനിൽക്കണമെങ്കിൽ അഭിരാമിയുടെ ശരീരം ആവശ്യമുണ്ട്. അഭിരാമിയുടെ ശരീരം നഷ്ടപ്പെട്ടാൽ പിന്നെ സോളിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല, റിലീസ് ചെയ്തേ പറ്റൂ. സോള് മാക്സിമം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് എൻ്റെ ഉള്ളിലിരിക്കുന്ന സോള് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് എടാ നീ ഇത് ചെയ്യരുതിട്ടോ, നീ അത് ചെയ്യരുതിട്ടോ, പ്രശ്നങ്ങളാണ്, നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്, കുറേ വർഷം ജീവിക്കണം തുടങ്ങിയുള്ള മതിയായ ആഗ്രഹത്തിലാണ്. അതിനെന്താ കാരണം? നൂറ്റാണ്ടുകൾ കാത്തിരുന്നിട്ടാണ് നമ്മുടെ ആത്മാവ് ഒരു ശരീരം എടുക്കുന്നത്. അത്രയും വർഷം കാത്തിരിക്കുന്ന ആത്മാവാണ് നമ്മുടെ ശരീരത്തിന് അകത്തിരിക്കുന്നത്. അത്രയും നീണ്ട വർഷത്തെ പ്രായത്തിന് ഫലമായിട്ടാണ് ആ സോൾ നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത്. അപ്പം നമ്മുടെ ശരീരം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഉള്ളിലിരുന്ന് പലപ്പോഴും ചിന്തിച്ച് നോക്കിക്കോ, ഒരാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും, നീ അത് ചെയ്യരുതട്ടോ, അത് തെറ്റാണ്, അതിങ്ങനെ ചെയ്യരുത്, അത് അങ്ങനെ ചെയ്യരുത്. ഇത് ആരായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്? അതാണ് നമ്മുടെ ഉള്ളിരിക്കുന്ന സോൾ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ നമ്മളിതൊന്നും കേൾക്കാതെ പോയിട്ട് വാശിപ്പുറത്തോ റിവെഞ്ചിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കൂടോത്രോ ബ്ലാക്ക് മാജിക്കോ തുടങ്ങിയുള്ള എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളോട്ട് കണക്റ്റ് ആവും, നമ്മുടെ ശരീരം വീക്കാവും, അവസാനം നമ്മുടെ ശരീരം നഷ്ടപ്പെടും. ഇതാണ് പൊതുവെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ ഈ റിലീസായ സോളിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. ആദ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് എന്താണോ ബാധിച്ചിരിക്കുന്നത്, ഈ ബാധിച്ചിരിക്കുന്ന സോളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒന്നുകിൽ സോള് പറയും എനിക്ക് പോകാൻ പറ്റില്ല, ഇനി ഞാൻ പോകണമെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തരേണ്ടി വരും എന്ന് പറയും. അതല്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉപാസനമൂർത്തികളെയോ നമ്മൾ ഈ പറഞ്ഞ സ്പിരിച്വൽ എനർജികളെയോ വിളിച്ച് വരുത്തി സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഇറക്കി കളഞ്ഞതിന് ശേഷം ആ സോളിന് എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങൾ നടത്തി കൊടുക്കും നമ്മൾ. ഒന്നെങ്കിൽ മോക്ഷത്തിലോട്ട് പോകേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ. പല മരണങ്ങളും ഒരുപക്ഷെ ആഗ്രഹങ്ങൾ സാധിക്കാതെ നമ്മളെപ്പോഴും കേട്ടിട്ടില്ലേ, ഈ ആഗ്രഹങ്ങൾ സാധിക്കാതെ മരണപ്പെടുന്ന ചില സോളുകൾ. പ്രതികാരമല്ല അത്. ആ ചില സോളുകൾക്ക് അവർക്ക് ആ ആഗ്രഹം സാധിച്ചാൽ മതി. ചിലപ്പോൾ ചെറുതായിരിക്കാം, ചിലപ്പോൾ വലുതായിരിക്കാം. ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അവർ നേരെ മോക്ഷത്തിലോട്ട് പോകും. അതിനെ അവർ നെഗറ്റീവായിട്ട് പിടിച്ചു വെച്ചേക്കായിരിക്കും. നെഗറ്റീവായ സോളുകൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തിരിക്കുന്ന നെഗറ്റീവായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നെഗറ്റീവ് സോളാണോ പോസിറ്റീവ് സോളാണോ നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കപ്പേളകളിൽ ഇരിക്കുന്ന പുണ്യാളന്മാർ മുഴുവനും ആത്മാക്കളാണ്. അതായത് ഒരിക്കൽ ജീവിച്ചിരുന്ന് മരിച്ചുപോയ മനുഷ്യരാണ്. നമ്മൾ പറയും ആത്മാക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ യുക്തിയൊന്നുമില്ല. ഈ വിശുദ്ധന്മാരും പുണ്യാളന്മാരും എല്ലാം ആത്മാക്കളാണ്. ഈ പറയുന്ന പല ഗുരുക്കന്മാരും ആത്മാക്കളാണ്, ഇപ്പോഴും ആത്മാക്കളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിഗ്രഹ ആരാധന പാടില്ല എന്ന് പറയുമ്പോഴും നമ്മളെല്ലാം ചെയ്യുന്നതും ഇത് തന്നെയാണ്. ക്രിസ്ത്യാനിറ്റും ഹിന്ദുമതം എല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഈ നെഗറ്റീവായ സോള് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കിയില്ലെങ്കിൽ അത് നേരെ നമ്മളെ കയറി ബാധിക്കാൻ തുടങ്ങും. കാത്തിരിക്കും എന്നുള്ള നീണ്ട വർഷങ്ങൾ കാത്തിരിക്കും. കാരണം ഒരു സ്പിരിച്വലായ ഹീലർ ആവുക അല്ലെങ്കിൽ സ്പിരിച്വൽ മേഖലയിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറായ കാര്യങ്ങളിലൊന്നാണ്. ഏതെങ്കിലും നിമിഷം നമ്മുടെ ഉപാസനയോ നമ്മുടെ ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയോ മെഡിറ്റേഷനോ എന്തെങ്കിലും മുടങ്ങിയാൽ നേരെ തിരിച്ച് വന്നിട്ട് നമ്മളെ ഇല്ലാണ്ടാക്കി കളയും, നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ച് കളയും. പല മാന്ത്രികം ചെയ്യുന്ന ആളുകളും ഇത്തരത്തിലുള്ള ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അവസാന ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതം. അവർ ദുരിതപ്പെട്ട മരിക്കുന്നത്. ഇപ്പോൾ പല ഗുരുക്കന്മാരും, എത്രയോ ഗുരുക്കന്മാരെ ക്യാൻസർ ഒന്നും മരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലൊരു സ്റ്റോറി ഞാൻ കണ്ടു. ഗുരുക്കന്മാർക്ക് എന്ത് സംഭവിച്ചു, സമാധി എന്ന് പറയുന്ന ഒരു സ്റ്റോറി. ആ സമാധി സ്റ്റോറി കണ്ടു നോക്കിയാൽ പറയാൻ പറ്റും, പല ഗുരുക്കന്മാരുടെയും അവസാന ജീവിതം ക്യാൻസർ വന്നാണ് മരിക്കുന്നത്, ഭീകരമായ അസുഖങ്ങൾ വന്നാണ് മരിക്കുന്നത്. അതെന്താ സംഭവിക്കുന്നത്? ഹീലിംഗ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ അഭിരാമിനെ ഹീൽ ചെയ്യാമെന്ന് പറയുന്നത് അഭിരാമിയുടെ ശരീരത്തിലുള്ള നെഗറ്റീവായ ഊർജ്ജത്തെ എൻ്റെ ശരീരത്തിലോട്ട് എടുക്കുന്ന പ്രക്രിയയാണ്. അതിനുള്ള കഴിവാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ എന്ത് പറ്റി? എൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ ഊർജ്ജം അഭിരാമിക്ക് കിട്ടി, അഭിരാമിയുടെ മുഴുവൻ നെഗറ്റിവിറ്റി എനിക്കും കിട്ടി. അതിൽ ക്യാൻസറിൻ്റെ അംശങ്ങളോ അതിൻ്റെ ഏത് പ്രശ്നങ്ങളോ അത് എന്നെ ബാധിക്കാൻ തുടങ്ങും. അവസാന കാലഘട്ടത്തിൽ ഞാനിത് അനുഭവിക്കേണ്ടി വരും. ഇതാണ് സ്പിരിച്വൽ ഹീലേഴ്സിന് ഏറ്റവും വലിയ അപകടം. മരണം ഒട്ടും സുഖകരമായിരിക്കില്ല.